ഇപ്പോൾ മഴക്കാലമല്ലേ, മുരിങ്ങയില കമ്പൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടി വീഴും. ചിലപ്പോൾ നല്ല കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം ഈ മുരിങ്ങയില എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാനിപ്പോൾ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത മുരിങ്ങയില ആയതുകൊണ്ട് കഴുകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ തീർച്ചയായും കഴുകി നന്നായി ഉണക്കിയെടുക്കണം. അപ്പം ഞാനിന്ന് 3 തരത്തിൽ എങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ വെറുതെ സൂക്ഷിച്ച് വെച്ചാൽ ഫ്രഷ് ആയിട്ടുണ്ടാവില്ല, ഫ്രിഡ്ജിൽ പെട്ടെന്ന് ചീഞ്ഞ് പോവും. പിന്നെ പുറത്തൊക്കെ പോകുന്ന കുട്ടികളും ഇതുപോലെ തന്നെ കൊണ്ടുപോയാൽ അവർക്ക് അവിടെ കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ എന്നും സൂക്ഷിക്കാറ്. കാരണം നമ്മൾക്ക് ഈ മഴയൊക്കെ വരുമ്പം പെട്ടെന്ന് പോയി പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചധികം പൊട്ടിച്ച് നമുക്കിതുപോലെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ കുറേ നാൾ നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ കർക്കിടക മാസത്തിൽ മുരിങ്ങയില ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ എടുത്തു വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. ആ മുരിങ്ങ മരത്തിന് ആ കർക്കിടക മാസം സമയമാകുമ്പോൾ അത് പുറത്തുള്ള വിഷവസ്തുക്കൾ വലിച്ചെടുക്കുന്നതെന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള. അപ്പോൾ അതുകൊണ്ട് അതിലുള്ള ഇലയും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇതുപോലെ എടുത്തു വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ബി.പിയും ബ്ലഡ് ഷുഗറൊക്കെ ഉള്ളവർ സ്ഥിരമായിട്ട് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ബ്ലഡ് ഷുഗർ നന്നായി കുറക്കാൻ ഇത് സഹായിക്കും. ഇതിപ്പോൾ നമ്മൾക്ക് എപ്പോഴും തന്നെ തോരൻ വെച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ നല്ല ചൂട് ചോറുണ്ടല്ലോ, അത് ഈ മുരിങ്ങയില കഴുകി ഒരു പ്ലേറ്റിലിട്ടതിന് ശേഷം അതിൻ്റെ മേലെ ചൂടോടുകൂടി തന്നെ ചോറ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെണ്ണയും ഇതും കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ ബ്ലഡ് ഷുഗർ നന്നായി കുറയാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണിത്. ഇപ്പോൾ കുക്ക് ചെയ്യാനോ ഒന്നിനും പറ്റാത്ത ആൾക്കാരുണ്ട്, ഇങ്ങനെ കൂടി കഴിക്കാം നമുക്ക്. പിന്നെ നമ്മൾക്ക് ഈ ഇല വെച്ച് നമുക്ക് പലഹാരം ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ അവസാനം കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് പലഹാരം ഉണ്ടാക്കുമ്പോഴും അതിൽ ചേർത്ത് വെക്കാം. പിന്നെ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മളെല്ലാവരും ചേർക്കുന്നതാണല്ലേ, പരിപ്പ് കറി ഒക്കെ വെക്കുമ്പോൾ നമ്മൾ മുരിങ്ങയിലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ദോശമാവ് അരക്കുമ്പോഴും എല്ലാത്തിൻ്റെ കൂടി ഇത് കുറച്ച് ഇലകൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അത് ഞാൻ മുഴുവനായും തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സൂക്ഷിക്കുന്നത് നോക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് കറിവേപ്പിലയും സൂക്ഷിക്കാം കേട്ടോ. കുറേ കാലം അതും കേടാകാതെ ഇതുപോലെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. തീരെ പാടില്ല കേട്ടോ. അപ്പോൾ അതിനായി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. വാഴയിലയിൽ നമുക്ക് ഈ കുറച്ച് നമുക്ക് ആവശ്യമുള്ളത്ര എടുത്ത് ഇതിലേക്ക് വെക്കാം. കാരണം ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിലേക്ക് തിരിച്ച് വെക്കാനാവരുത്. അതിനനുസരിച്ച് നമുക്ക് വേണ്ടത് എടുക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം തോരന് വേണ്ട മുരിങ്ങയിലയോ അങ്ങനെ എടുത്ത് ഇതേപോലെ വെച്ച് നമുക്കിതൊന്ന് ചുരുട്ടി കൊടുക്കാം. നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ പൊതി എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വാഴയില ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാൾ വരെ ഇതുപോലെ തന്നെ ഉണ്ടാവും. കമ്പോസ്റ്റ് ആവാൻ ഒരുപാട് സമയം എടുക്കുന്ന ഒരു ഇലയാണിത്. ഇത് ഇനി ഓരോന്നും ഇതേപോലെ ഓരോ റബ്ബർ ബാൻഡുകളിട്ട് വെക്കാം. ഇല്ല റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ തന്നെ വള്ളിയെടുത്ത് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. ഈ ഒരു രീതിയിൽ സൂക്ഷിച്ചാൽ നമുക്ക് മാസങ്ങളോളം മുരിങ്ങയില കേടാകാതിരിക്കും. ഒരു 5-6 മാസം വരെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അത്രയില്ല, നമുക്ക് ഈ മഴക്കാലം കഴിയുന്നത് വരെ ഉപയോഗിക്കാം. പിന്നെ പുറത്തേക്കൊക്കെ പോകുന്ന കുട്ടികൾ ഇതേപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് അവർ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഈ വാഴയില കമ്പോസ്റ്റ് ആവാൻ വേണ്ടി കുറേ നാളെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ കമ്പോസ്റ്റ് ബിന്നിലൊന്നും വാഴയില ഇടാത്തത് കേട്ടോ. ഇത് കമ്പോസ്റ്റ് ആവാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രഷായിരിക്കുന്നിടത്തോളം കാലം ഈ ഇലയും ഇതേപോലെ തന്നെ ഫ്രഷായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ വാഴയില തന്നെ എടുക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ ഇലയൊന്നും എടുത്തിട്ട് കാര്യമില്ല, വാഴയില തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ പേപ്പർ പൊതിഞ്ഞ് ഫുൾ കവർ ചെയ്യണം. ഒട്ടും അകത്തേക്കൊന്നും കാറ്റ് പോവാത്ത രീതിയിൽ ഇതുപോലെ കവർ ചെയ്ത് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ചാൽ മതി കേട്ടോ. പുറത്തൊക്കെ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ ഇവിടുന്ന് ഇതേപോലെ പൊതിഞ്ഞ് കൊടുത്താൽ മതി. അവിടെ എത്തിയാലും ഇതേപോലെ തന്നെ ഫ്രഷായി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഇനി ഇത് ഒരു സിപ്ലോക്ക് ബാഗിൽ വെച്ച് നല്ല എയർ ടൈറ്റായി വേണം ഇത് കവർ ചെയ്തെടുക്കാൻ. കാരണം ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ. അകത്ത് തീരെ കാറ്റുണ്ടാവരുത്. നിങ്ങൾ സാധാരണ പ്ലാസ്റ്റിക് കവറിൽ വെക്കുന്നതാണെങ്കിൽ പോലും അതിലത്തെ കാറ്റ് മുഴുവൻ കളഞ്ഞ് വേണം വെക്കാൻ. ഒന്നെങ്കിലും ഒരു സ്ട്രോ വെച്ച് നമ്മൾ കാറ്റ് പുറത്തേക്ക് വലിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ ടൈറ്റ് ആവണം. നമ്മളിതിന് താഴത്തേക്ക് പിടിക്കുമ്പം ഈ പേപ്പർ കവർ താഴത്തേക്ക് അനങ്ങരുത്, അതുപോലെ ടൈറ്റായി നിൽക്കണം. അതാണ് കേട്ടോ ഇതിൻ്റെ കണക്ക്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഫ്രിഡ്ജ് ലൈഫ് ഉണ്ടാവുള്ളൂ, കുറേ നാൾ കേടാവാതിരിക്കില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾ ചീഞ്ഞ് പോകും. ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അടുത്തത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്ക് മാത്രം മതിയെങ്കിൽ, ഇപ്പോൾ ഒരു 2-3 ആഴ്ചത്തേക്ക് ഇത് സൂക്ഷിക്കണമെങ്കിൽ നമ്മളിത് ഇതുപോലെയുള്ള ബോക്സ് എടുക്കാം.
ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ ബോക്സ് വളരെ യൂസ്ഫുള്ളാണ്. നമുക്കിതുപോലെ മറ്റ് പച്ചക്കറികളൊക്കെ വെക്കാനും ഒക്കെ നല്ലൊരു ഉപകാരമുള്ള ഒരു ബോക്സാണ്. ഇതിൻ്റെ ലിങ്ക് വേണം ഞാൻ അതിൽ കൊടുക്കാം കേട്ടോ. ചെറിയ പൈസയേ ഉള്ളൂ ഇതിന്. ഇതിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇലകൾ എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇത് സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴുകിയതിന് ശേഷം അല്ല ഇതുപോലെ സൂക്ഷിക്കേണ്ടത്. നമ്മൾ കറി വെക്കാൻ എടുക്കുമ്പോൾ നമുക്ക് കഴുകാം കേട്ടോ. ചെറിയ വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ തന്നെ ചീത്തയായി പോവും. പിന്നെ കഴുകി നമ്മൾ നന്നായി ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ച് ഉണക്കി എടുക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കഴുകാതെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ മേലെയും താഴെയും ടിഷ്യൂ വെച്ചതിന് ശേഷം നമുക്കിത് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതും നമുക്ക് 2-3 ആഴ്ചത്തേക്ക് സൂക്ഷിച്ച് വെക്കാം. അടുത്തതായി നമ്മളെങ്ങനെ സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇലകൾ നന്നായി കഴുകിയതിന് ശേഷം ഫാനിൻ്റെ കീഴിൽ വെച്ച് ഉണക്കിയെടുക്കണം. ഒരിക്കലും വെയിലത്ത് വെച്ച് ഉണക്കരുത്, വീട്ടിൻ്റെ അകത്ത് വെച്ച് തന്നെ ഇത് ഉണക്കിയെടുക്കണം. എന്നാലേ ഇതിൻ്റെ ഗുണങ്ങൾ ശരിക്കും കിട്ടില്ല കേട്ടോ. ഇതിൽ ധാരാളം അയൺ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ രീതിയിലും നമ്മളിത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇത് തോരനൊന്നും വെച്ച് കഴിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോരോ ടീസ്പൂൺ വെച്ച് ഇത് ഞാൻ ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കുമ്പോൾ അതിൽ ചായയുടെ പൊടി ചേർക്കുമ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അരിച്ച് കഴിയുമ്പോൾ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികളായാലും വലിയവരായാലും ഇത് അറിയാണ്ട് തന്നെ അകത്ത് പോകും. അതുകൊണ്ട് ഇതുപോലെ എല്ലാം ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തത് ഞാൻ ഇത് വെച്ച് എങ്ങനെ പലഹാരം ഉണ്ടാക്കുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് മുരിങ്ങയില വെച്ച് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ തലേ ദിവസം തന്നെ കുതിർത്ത കടലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ചെറുപയർ മുളപ്പിച്ചത് ഇതുപോലെ മുളപ്പിച്ച് നമ്മൾ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചിരവിയ തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് പൊടി ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് അരിപ്പൊടിയോ റാഗിപ്പൊടിയോ എന്തും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത് അതിൽ തന്നെ 2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ഒരു കപ്പിന് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില അധികം അരയണ്ട കേട്ടോ. അതുകൊണ്ടാണ് അത് അരച്ചെടുത്തതിന് ശേഷം മുരിങ്ങയില ചേർത്തത്. ഇനി ഒന്ന് കറക്കിയതിന് ശേഷം നമുക്കതായത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ച് ഒഴിച്ചു, ഒരു 2 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഇനി നമുക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. നല്ല ദോശച്ചട്ടിയിൽ ഒരു നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവിയതിന് ശേഷം നമുക്കതിലേക്ക് ഈ മാവ് ഒന്ന് കോരി ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. തിരിച്ച് മറിച്ചിട്ട് വേവിച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ. ഇതിന് നമുക്ക് നല്ലൊരു ചട്നി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നല്ല മുളകും തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള നല്ലൊരു ചട്നി ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചട്നി ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് അരക്കുന്ന സമയത്ത് ഇതിലേക്ക് തന്നെ ഇത് അരക്കുന്ന സമയത്ത് 2 പച്ചമുളകും 1 പീസ് സവോളയും കൂടി ചേർത്താൽ മതി. അപ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.